കെ വി തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ. ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പിൻവാങ്ങിയത് താൻ തന്നെയാണെന്നും സോണിയാഗാന്ധിയുടെ സംസാരിക്കാൻ കെ കരുണാകരന് വേറെ ആരുടെയെങ്കിലും സൗജന്യം ആവശ്യമുണ്ടോ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ വി തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും. പണ്ട് ഒരിക്കൽ ചാലക്കുടി അച്ഛൻ നിർത്താൻ അച്ഛനുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുരളിയേട്ടനും കൂടി ഉണ്ട്. രണ്ടുപേർ കൂടി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ അടിയുണ്ടായി. അപ്പോൾ അച്ഛനും അത് പിന്നെ മൈൻഡ് ചെയ്തില്ല. ആ സംഭവത്തിനെയാണ് പറയണത്. പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിക്കാൻ കെ കരുണാകരന് വേറെ ആരുടെയെങ്കിലും സൗജന്യം വേണം. എൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ ശ്രീ കെ വി തോമസ് നേരെ ഒക്കെ അന്യയുടെ അടുത്തേക്ക് പോയി മാറി പിന്നെ അതിനുള്ള ഇതായിരുന്നു, ഇവിടെ നിന്നുള്ള ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ അകന്നു അദ്ദേഹമായിട്ട്. എങ്ങനെ കെ വി തോമസ് ആയി എന്നുള്ള ചരിത്രം അദ്ദേഹം ഒന്ന് ഓർത്താൽ കൊള്ളാമെന്ന് മാത്രമാണ് ഈ അവസ്ഥ. എന്നെ ഇതിൽ പിടിച്ച് വലിച്ചഴക്കേണ്ട.